السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് യുക്തിവാദവും ഇസ്ലാമും എന്താണ് എന്നതിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന മൂന്ന് ഖുവ്വത്തുകളുണ്ട്, മൂന്ന് ശക്തികളുണ്ട്. ഒന്ന് അൽ ഖുവ്വത്തുൽ അഖലിയ, ബുദ്ധിശക്തിയാണ്. രണ്ട് അൽ ഖുവ്വത്തു ശഹവിയ, വൈകാരിക ശക്തിയാണ്. മൂന്ന് അൽ ഖുവ്വത്തുൽ ഗളബിയ, ദേഷ്യത്തിന്റെ ശക്തിയാണ്. ഈ മൂന്ന് ശക്തികളുടെയും ഇഫ്രാത്തും തഫ്രീത്തും ആക്ഷേപാർഹമാണ്. അൽ ഖുവ്വത്തുൽ അഖലിയ, ബുദ്ധിയുടെ ശക്തിയുടെ ഇഫ്രാത്തിന്റെ പേരിൽ, അതിന്റെ തീവ്രതയുടെ പേരിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് നാസ്തികത, നിരീശ്വരവാദം, മതനീരാസം. അല്ലാഹുവിനെയും അവന്റെ അസ്തിത്വത്തെയും അവന്റെ വഹീനെയും നിഷേധിക്കുക എന്ന്. ഇതങ്ങേറ്റം ആക്ഷേപാർഹമായ ഒരു കാര്യമാണ്. ഇതിന്റെ തഫ്രീത്തും ആക്ഷേപാർഹമാണ്. ഇതിന്റെ തഫ്രീത്തിലൂടെയാണ് മനുഷ്യൻ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ സമന്മാരെ കൽപ്പിച്ച് ബഹുദൈവ വിശ്വാസികളായി തീരുന്നത്. ഇതിന്റെ ഇഅ്തിദാലിന്റെ രൂപമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ യുക്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കെങ്കിലും ശരിയായി തത്വജ്ഞാനം നൽകപ്പെട്ടു കഴിഞ്ഞാൽ ധാരാളം നന്മകൾ അയാൾക്ക് നൽകപ്പെടും. അപ്പോൾ മനുഷ്യൻ ഇന്ന് ബുദ്ധിപരമായി അങ്ങേയറ്റം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്തുകൊണ്ടും പ്രസക്തമാണ്. മനുഷ്യൻ ബുദ്ധിയെ, അവന്റെ ചിന്താശക്തിയെ ശരിയായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് യുക്തിബോധം എന്ന് പറയും. യുക്തിബോധം ഒരിക്കലും അനിസ്ലാമികമല്ല. ഇസ്ലാം അതിനെ വിമർശിക്കുന്നില്ല. നേരെ മറിച്ച് അതിനെ ശരിയായ മാർഗത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല.
പക്ഷേ യുക്തിവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബുവത്തിന്റെ കാലത്ത് കുറെ ആൾക്കാർ വന്ന് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് വാദിച്ചു, അവകാശവാദം ഉന്നയിച്ചു. എന്നാൽ അവർ മുഅ്മിനീങ്ങളായിരുന്നു. അവരെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലൻ തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. കാട്ടറബികൾ വന്നിട്ട് അവകാശവാദം ഉന്നയിച്ചു, ഞങ്ങളാണ് മുഅ്മിനീങ്ങൾ. അല്ലാഹു പറഞ്ഞു, മുഹമ്മദേ അവരോട് പറ, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല എന്ന്. എന്തുകൊണ്ടാണ്? വലമാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ദഅവ അവകാശവാദം അല്ലാഹുവിന് ഇഷ്ടമല്ല. ഖദരിയാകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഅ്തസിലിയ വിപ്ലവത്തിലൂടെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് അല്ലാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്നയാളാണ്. പക്ഷെ അവരെ കുറിച്ച് പറയുന്നത് ഖദരിയാകളാണ്, ഖദർവാദികളാണ്. യഥാർത്ഥത്തിൽ ഖദറിനെ നിഷേധിക്കുന്നയാൾക്കാർ. ഇതുപോലെയാണ് ഇന്നത്തെ യുക്തിവാദികൾ യുക്തിയുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ യുക്തി രാജ്യത്വം സംഭവിച്ചത്. ആദ്യമായി യുക്തിവാദം എന്നൊരു പേര് എവിടെ നിന്നാണ് രൂപാന്തരപ്പെട്ടു വന്നത്? യുക്തിവാദം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് യുക്തിവാദം അഥവാ റാഷണലിസം എന്ന പദത്തെ ആദ്യമായി കൊണ്ടുവന്നത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ ഗണിതശാസ്ത്രജ്ഞനും ഫിലോസഫറും ചിന്തകനുമായ റിനെ ഡെക്കാർത്തെ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് റാഷണലിസം എന്നൊരു തത്വം, യുക്തിവാദം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത്? ഒരിക്കലും നിരീശ്വരവാദത്തിന് വേണ്ടിയോ നാസ്തികതയ്ക്ക് വേണ്ടിയോ അല്ല. അല്ലാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയോ അല്ലാഹുവിന്റെ അസ്തിത്വത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു ആശയമല്ല യുക്തിവാദം. നേരെ മറിച്ച് അന്തമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം മെനഞ്ഞുണ്ടാക്കിയ ഒരു ആശയമാണ് യുക്തിവാദം. യുക്തി ശരിയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലാഹുവിന്റെ അസ്തിത്വം. കാരണം മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, മനുഷ്യനെയും ഈ പ്രപഞ്ചത്തിനെയും നിർമ്മിച്ച ഒരുവൻ ഉണ്ടാകൽ അത്യന്താപേക്ഷിതമാണ്. ഇത് ഏത് യുക്തിയും ഏത് ബുദ്ധിയും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഖലീഫ മൻസൂറിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ ഫഖീഹും മുഹദ്ദിസുമാണ്. ഒരു വലിയ യുക്തിവാദിയായ ഫിലോസഫർ ഖലീഫ മൻസൂറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിമുകളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ പണ്ഡിതനായ അബൂ ഹനീഫയോടാണ് ഞാൻ തർക്കിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഖലീഫ മൻസൂർ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ളയുടെ ഈ വിവരം അറിയിച്ചു. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ള സംവാദത്തിന് വേണ്ടി തയ്യാറായി. ഡേറ്റ് തീരുമാനമായി, സ്ഥലം തീരുമാനമായി. ധാരാളം ജനങ്ങൾ ഒരുമിച്ച് കൂടി. കാരണം ഒരു ഹുകൂമത്തിന്റെ കീഴിൽ ഒരു വേദി സംഘടിപ്പിക്കുമ്പോൾ എല്ലാ പ്രമാണികളും പ്രമുഖന്മാരും പണ്ഡിതന്മാരും പ്രാമാണികളും ഒക്കെ ഒരുമിച്ച് കൂടും. യുക്തിവാദി കൃത്യസമയത്ത് തന്നെ സ്റ്റേജിലെത്തി. അബൂ ഹനീഫയെ കാണാനില്ല. മണിക്കൂറുകൾ പലതും കഴിഞ്ഞു. വേച്ചു വരുന്ന അബൂ ഹനീഫയോട് അബ്ബാസിയ ഖലീഫയായ മൻസൂർ ദേഷ്യപ്പെട്ടു. യുക്തിവാദി വന്ന സ്റ്റേജൊക്കെ കീഴടക്കിയിരിക്കുകയാണ്. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ള വന്ന മാത്രയിൽ തന്നെ സ്റ്റേജിലുണ്ടായിരുന്ന ജനങ്ങളോടും തന്റെ അഭിസംബോധകരോടും യുക്തിവാദിയോടും ക്ഷമാപണം നടത്തി, മാപ്പാക്കണം. ഞാൻ പിന്താനുള്ള കാരണം നിങ്ങൾക്കറിയാം, ഞാനൊരു നദി കടന്നു വേണം ഈ വേദിയിലേക്ക് എത്തേണ്ടുന്നത്. ആ നദിയുടെ കരയിൽ ഞാൻ വന്ന് നിന്നപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള തോണിയും ബോട്ടും ഒക്കെ കരക്കടുപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വടവൃക്ഷം സ്വന്തമായി പിഴുത് എൻ്റെ മുന്നിൽ വന്നു. ഞാൻ നോക്കുമ്പോൾ ആരും മുറിക്കാതെ തന്നെ അത് സ്വന്തമായി തടിക്കഷണമായി
പിന്നീട് ആ തടിക്കഷണങ്ങൾ സ്വന്തമായി പലക കഷണങ്ങളായി, പിന്നീട് ആ പലക കഷണങ്ങൾ സ്വന്തമായി ഒരു തോണിയായി. എനിക്ക് മനസ്സിലായി, എനിക്ക് യാത്രയ്ക്കുള്ള സംവിധാനം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആ തോണിയിൽ കയറിയിരുന്നു. ഞാൻ യാത്ര ചെയ്ത് ആരും തുഴയാതെ തന്നെ ആ തോണി എന്നെയുമായി യാത്ര ചെയ്ത് ഇവിടെ എത്തി. എന്നിട്ട് തോണി ഞാൻ നോക്കുമ്പോൾ പഴയതുപോലെ മറുകരയിലേക്ക് സ്വന്തമായി പോയി. പലക കഷണങ്ങളായി, പിന്നെ തടിക്കഷണങ്ങളായി, പിന്നെ വടവൃക്ഷമായി പഴയ സ്ഥലത്ത് പോയി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ തന്നെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നേതാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത്രയും വലിയ ഒരു വിഡ്ഢിയെയാണോ എന്റെ മുന്നിൽ സംവദിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇദ്ദേഹം പറയുന്നു, ഒരു വൃക്ഷം സ്വന്തമായി ആരും പിഴുതറിയാതെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു. പിന്നീട് ആരും അതിനെ മുറിക്കാതെ സ്വന്തമായി തടിക്കഷണമായി, പിന്നീട് ആരും അതിനെ പലക കഷണമാക്കാതെ സ്വന്തമായി പലക കഷണങ്ങളായി, ആരും തോണിയായി അതിനെ കൂട്ടിയോജിപ്പിക്കാതെ സ്വന്തമായി തോണിയായി, ആരും സഞ്ചരിപ്പിക്കാതെ സ്വന്തമായി തന്നെ സഞ്ചരിച്ച് മറുകരയിലെത്തി എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത്രയും വലിയ വിഡ്ഢിയാണോ നിങ്ങൾ എൻ്റെ അടുക്കൽ സംവദിക്കാൻ വേണ്ടി ഒന്ന് കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അപ്പോൾ അബൂഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ വിഡ്ഢിയാണ് എങ്കിൽ ഇദ്ദേഹം പമ്പര വിഡ്ഢിയാണ്. കാരണം ഇദ്ദേഹം പറയുന്നു, ഒരു വടവൃക്ഷം സ്വന്തമായി തടിക്കഷണങ്ങളാകില്ല, തടിക്കഷണം സ്വന്തമായി പലക കഷണങ്ങളാകില്ല, പലക കഷണങ്ങൾ സ്വന്തമായി തോണിയാകില്ല, തോണി ആരും തുഴയാതെ സ്വന്തമായി യാത്ര ചെയ്യില്ല. എങ്കിൽ പിന്നെ ഈ ബൃഹത്തായ ഭൂമിയും താരനിബിഡമായ നീലാകാശവും തിരതല്ലുന്ന സമുദ്രവും സ്വന്തമായി ഉണ്ടായി സ്വന്തമായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന ഇയാള് പമ്പര വിഡ്ഢിയാണ്. ആ യുക്തിവാദി അപ്പോഴും തന്നെ കലിമ വന്ന് ഇസ്ലാമിലേക്ക്. അപ്പൊ ഏത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ഏത് യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലും അംഗീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം. അതുകൊണ്ട് യുക്തിവാദം എന്ന് പറയുന്ന ആ പദപ്രയോഗം ഉണ്ടാക്കിയത് ഇന്ന് കാണുന്ന നിരീശ്വരവാദികൾക്ക് വേണ്ടിയോ നാസ്തികർക്ക് വേണ്ടിയോ അല്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദപ്രയോഗം പിന്നീട് അതിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നവരുണ്ടായിട്ടുണ്ടോ? ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങുന്ന മനുഷ്യ ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ടായത് BC 6-5 നൂറ്റാണ്ടുകളിലാണ്. ക്രിസ്തുവിന് 6-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഗ്രീക്ക് തത്വജ്ഞന്മാരിൽ നിന്നാണ് ഈ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ ആദ്യമായി ഉടലെടുത്തത്. ഗ്രീക്ക് തത്വചിന്തകന്മാരിൽ ആദ്യകാലക്കാരനായ താലിസ് മിലേറ്റസ്, അദ്ദേഹം BC 623 മുതൽ 548 വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ്. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ക്രിസ്ത് എന്നാണ്. ക്രിസ്റ്റിന് മുമ്പ്, അതായത് ഈസാ നബിക്ക് മുമ്പുള്ള കാലത്തിനാണ് BC എന്ന് പറയുന്നത്. അതുകൊണ്ട് ചരിത്രം പറയപ്പോൾ 623 മുതൽ 548 വരെ പറയും, മുകളിൽ താഴോട്ട് പറയുന്നത്. BC 623 മുതൽ 548 വരെ കാലക്കാരനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? താലിസ് മിലേറ്റസ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടക്കാരനായിട്ടാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടത്. പിന്നീട് പൈത്തഗോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം BC 570 മുതൽ 495 വരെ ജീവിച്ചിരുന്നയാളാണ്. ഇവ രണ്ടുപേരുമാണ് ആദ്യമായി ദൈവാസ്തികത്വത്തെ ചോദ്യം ചെയ്തത്. ദൈവാസ്തികം, ദൈവത്തിന് അസ്തിത്വമുണ്ടോ, ദൈവമുണ്ടോ എന്നതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ ഇവർ പ്രചരിപ്പിച്ച വീക്ഷണങ്ങളിലോ ഇവർ പ്രചരിപ്പിച്ച ചിന്താധാരകളിലോ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിലുപരിയായി ലോകം അനാദിയാണ്, അൽ ആലമു ഖദീം എന്ന് ഫൽസഫയിൽ നമ്മൾ പഠിക്കുന്ന ആശയം, ലോകം പണ്ടേ ഉണ്ടായതാണ് എന്നതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്.
ഇപ്പൊ ലോകത്താദ്യമായി അള്ളാഹുവിനെ പൂർണ്ണമായി നിഷേധിക്കുന്നവരുണ്ടായിട്ടില്ല. നൂഹ് നബിയുടെ കാലത്തും ഉണ്ടായിട്ടില്ല, ഇബ്രാഹിം നബിയുടെ കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തത് ആദ്യമായി ഈ രണ്ടു പേരാണ്. പിന്നീട് വന്ന ഗ്രീക്ക് ചിന്തകന്മാരിൽ ഒരു വിഭാഗം പ്രഥമമായി സൃഷ്ടിച്ച സൃഷ്ടാവിനെ അംഗീകരിച്ചെങ്കിലും സൃഷ്ടികൾ പിന്നീട് പ്രകൃതിപരമായ രീതിയിൽ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതായി വിശ്വസിച്ചു. ഈ സൃഷ്ടികളൊക്കെ സ്വന്തമായി ഉണ്ടായതാണ്, അള്ളാഹു അല്ല അതിനെ നിർമ്മിച്ചത് എന്ന് അവകാശപ്പെടുന്നവരായി. അപ്പോൾ ഈ ചിന്താധാരയിലൂടെ ഗ്രീക്ക് ചിന്തകന്മാരുടെ ഇടയിൽ തന്നെ ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്ന ആൾക്കാരാണ് ഇവര് എന്ന ധാരണയുണ്ടായി. അതിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതേ ഗ്രീക്ക് ചിന്തകന്മാർ തന്നെ പിന്നീട് പരിശ്രമിക്കുകയും മെനക്കെടുകയും ചെയ്യുന്നതാണ് ലോകം കണ്ടത്. പിന്നീട് വന്ന തിയോളജിസ്റ്റുകൾ, അവരിൽ ആദ്യത്തെയാളാണ് സോക്രട്ടീസ്. സോക്രട്ടീസ്, സുഖറാത്ത് എന്നാണ് അറബി കിതാബുകളിൽ കാണുന്നത്. അദ്ദേഹമാണ് ആദ്യമായി മരുന്ന് കണ്ടെത്തുന്നത്, പച്ചിലകളിൽ നിന്ന് മരുന്ന് കണ്ടെത്തുന്ന. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ യാത്രയൊക്കെ അത്ഭുതകരമാണ്. ഇവരെ അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി മെനക്കെട്ടു. സോക്രട്ടീസ് BC 470 മുതൽ 399 വരെ കാലത്തിൽ ജീവിച്ചിരുന്നയാളാണ്. തുടർന്ന് ഇതേ സോക്രട്ടീസിൻ്റെ ശിഷ്യൻ പ്ലാറ്റോ, അദ്ദേഹം BC 427 മുതൽ 347 വരെ കാലത്ത് ജീവിച്ചിരുന്നയാളാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ, അദ്ദേഹത്തിനെയാണ് സാധാരണയായി നമ്മൾ മിർഖാത്തിലും അതുപോലെ തന്നെ മബാദിയും ഫൽസഫയിലൊക്കെ കേൾക്കുന്നത്. ഈ അരിസ്റ്റോട്ടിൽ അദ്ദേഹം BC 384 മുതൽ 322 വരെ കാലത്ത് ജീവിച്ചിരുന്നയാണ്. ഇദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് പിന്നീട് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും മൊഴിമാറ്റം ചെയ്യപ്പെടുകയും പിന്നീട് ദീനി മദാരിസുകളിലും മറ്റുമൊക്കെ പഠിപ്പിക്കപ്പെടുകയും ചെയ്തത്. അപ്പം ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ആദ്യമായി ചോദ്യം ചെയ്തത് ഗ്രീക്ക് ചിന്തകന്മാരിൽപ്പെട്ട ഒരു ചിലരാണ്. ഇനി അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദികൾ എന്ന് ഇന്ന് അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ യുക്തിവാദികളല്ല, യുക്തിരാഹിത്യം സംഭവിച്ചവരാണ്. ഇവരുടെ അവകാശവാദങ്ങൾ ശരിയാണ്. ഈ അവകാശവാദമാണ് നിരീശ്വരവാദം, നാസ്തികത. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കൽ, അല്ല ഇല്ല എന്ന് പ്രഖ്യാപിക്കൽ. ബുദ്ധിപരമായി ഇതിനെന്തെങ്കിലും അടിസ്ഥാനം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായി അള്ളാഹുവിൻ്റെ അസ്തിത്വം അംഗീകരിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 22 കോടി 33 ലക്ഷം രൂപ ചെലവഴിച്ചൊരു ഗവേഷണം നടത്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എത്ര രൂപയാണ് ചെലവഴിച്ചത്? 22 കോടി 33 ലക്ഷം രൂപ ചെലവിട്ടു. അതിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 57 വലിയ ചിന്തകന്മാർ പങ്കെടുത്തു. വലിയ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും പങ്കെടുത്തു. എന്നിട്ട് 2011 മെയ് 22 ആ പഠനത്തിൻ്റെ റിസൾട്ട് വന്നു. ഒരുമിച്ച് കൂടിയ ഒരു പഠനം ഉണ്ടായിരുന്നു. ആ പഠനത്തിൻ്റെ റിസൾട്ട് എന്താണ്? ഇറ്റ് ഈസ് നാച്ചുറൽ ടു ബിലീവ് ഇൻ ഗോഡ് എന്നാണ് ആ റിസർച്ചിൻ്റെ റിസൾട്ടായി വന്നത്. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ബിലീവ് ഇൻ ഗോഡ്. മനുഷ്യൻ്റെ സഹജമായ ബോധത്തിൽപ്പെട്ടതാണ്, അഥവാ മനുഷ്യൻ്റെ ജന്മനായുള്ള നൈസർഗിക ബോധത്തിൽപ്പെട്ടതാണ് ദൈവവിശ്വാസം. ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ഒരുമിച്ച് കൂടി അവരെത്തിയ നിഗമനമാണ് മനുഷ്യനിൽ ജന്മനായുള്ള ഒരു വാസനയാണ് ദൈവത്തിൻ്റെ അംഗീകാരം, ദൈവവിശ്വാസം. വലിയ ശാസ്ത്രജ്ഞനായ ജസ്റ്റിൻ മാരറ്റ് അദ്ദേഹത്തിൻ്റെ ബോൺ ബിലീവ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്. വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എഴുതിയ ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥമാണ് ബോൺ ബിലീവ്. ഓരോ
കുട്ടിയിലും നൈസർഗികമായി തന്നെ ദൈവവിശ്വാസം ഉള്ളിൽ നിന്നുള്ള വെളിയാണമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും പ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്, ജനിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമല്ല അവൻ്റെ ഏകത്വവും അംഗീകരിക്കുന്ന രീതിയിലും ശൈലിയിലുമാണ്. ഇത് ബുദ്ധിപരമായ പഠനങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വിജ്ഞാന ശാഖകളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു വിജ്ഞാന ശാഖയാണ് ആലാഉല്ലാഹ്. ആലാഉല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നാണ് അതിൻ്റെ പച്ചയായ അർത്ഥം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പക്ഷിപർവാദികൾ, വൃക്ഷലതാദികൾ, മനുഷ്യൻ, മനുഷ്യേതര ജന്തുക്കൾ, സമുദ്രം, സമുദ്രത്തിൻ്റെ ആഴത്തട്ടിൽ താമസിക്കുന്ന മത്സ്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യം. എന്തിനു വേണ്ടിയാണ് ഓരോ മനുഷ്യനും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്ന അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാതെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാന്തം, തെളിവ് എന്നാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ്. ഖൽഖുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ നിറങ്ങൾ വ്യത്യസ്തമായി എന്നതും. വഅൽവാനികും, നിങ്ങളുടെ ഭാഷകൾ വ്യത്യസ്തമായി എന്നതും. ഒരേ അളവിലുള്ള നാവില്ലേ, ഈ നാവിൽ നിന്ന് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഫാഴ്സി, ഉറുദു, ഇംഗ്ലീഷ്, അറബി ഇതൊക്കെ പുറത്തു വരികയായി. ഇത് പടച്ചവനുണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽആലിമീൻ, വിവരമുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്, തെളിവുണ്ട്. അല്ലാഹ് ഉണ്ട് എന്നും അല്ലാഹ് ഏകനാണ് എന്നതിനുമുള്ള തെളിവുണ്ട്. അപ്പോൾ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബുദ്ധിക്കും മസ്തിഷ്കങ്ങൾക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലയിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെയും അവൻ്റെ ഏകത്വത്തിൻ്റെയും തെളിവുകൾ വിവരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന നാസ്തികർ അവരുന്നയിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കാണുന്നില്ല. ഇനിയിപ്പം കാണാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങളെ ഉപകരണങ്ങൾ കൊണ്ട്, ടെലസ്കോപ്പുകൾ, മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കാണാൻ പറ്റും. അള്ളാഹുവിനെ അങ്ങനെയും കാണാൻ പറ്റുമോ, ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദിക്കുന്ന ആൾക്കാർ അവരെക്കുറിച്ച് യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നു. യുക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യുക്തിയുണ്ട് എന്ന് പറയും. ആ യുക്തിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്നേ മറുപടി പറയാൻ പറ്റും. ആ യുക്തിയെ കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാണിക്കാൻ പറ്റില്ല എന്നേ പറയാൻ പറ്റും. എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് കാണിക്കാൻ പറ്റുമോ? ടെലസ്കോപ്പോ മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കണ്ടഞ്ചിപ്പിക്കുന്ന ധാരാളം ചെറിയ ചെറിയ ആറ്റം, അതിൻ്റെ താഴെയുള്ള മൂലകങ്ങളോ ഒക്കെ കണ്ടെത്താനുള്ള ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ കൊണ്ട് യുക്തിയെ കണ്ടെത്താൻ പറ്റുമോ? പക്ഷേ ഉള്ളിയെ നൽകിയിരിക്കും. ഞങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറയാം. നടന്ന സംഭവം. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയൊരു ആലിമുണ്ട്, മൗലാന ഉമർ സാഹിബ് പാലംപൂരി റഹ്മത്തുള്ളാഹി. അദ്ദേഹം ബംഗ്ലാദേശിലെ സമ്മേളനം കഴിഞ്ഞ് വിമാനത്തിൽ ജപ്പാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായി കൂട്ടത്തിലുണ്ടായിരുന്നത് ഒരു യുക്തിവാദിയായ ഡോക്ടറായിരുന്നു. അപ്പോൾ മൗലാനയെ കണ്ട മാത്രയിൽ തന്നെ
നിങ്ങളെ കണ്ടപ്പോൾ നല്ലൊരു വിശ്വാസിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹിമഹുല്ലാ പറഞ്ഞു, ഞാൻ വിശ്വാസിയാണ് എന്ന് മാത്രമല്ല, ജനങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഴി, പ്രബോധകൻ കൂടിയാണ്. അപ്പോൾ ആ യുക്തിവാദിയായ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, ഏതൊരു അള്ളാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുന്നു, ആ അള്ളാഹ് ഉണ്ട് എന്ന് കൂടി ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹിമഹുല്ലാ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അംഗീകരിക്കാത്തത്? അത് അള്ളാഹ് എന്ന നിങ്ങൾ ഈ പറയുന്ന സങ്കല്പത്തെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല, അതിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കാം. മൗലാന ഉമർ സാഹിബ് പാലപ്പൂരി റഹിമഹുല്ലാ പറഞ്ഞു, ധാരാളം കാര്യങ്ങളെ നിങ്ങൾ കാണാതെ തന്നെ ഉണ്ട് എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. യുക്തിവാദിയായ ഡോക്ടർ പറഞ്ഞു, ഞാനൊരിക്കലും അത് അംഗീകരിക്കുന്നു. മൗലാന ചോദിച്ചു, ഡോക്ടർ സാഹിബ് നിങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ ഞെട്ടിപ്പോയി. ജീവനുണ്ടോ എന്ന്. ജീവനില്ലാതെ എങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്? തീർച്ചയായും എനിക്ക് ജീവനുണ്ട്. മൗലാനയുടെ അടുത്ത ചോദ്യം, ആ ജീവനെ നിങ്ങൾ ഇന്നോളം കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഡോക്ടർ ചിന്തിച്ചിട്ട് പറഞ്ഞു, ജീവനെ കണ്ടിട്ടില്ല, അത് കാണിക്കാൻ പറ്റുന്ന സാധനമല്ല. മൗലാന പറഞ്ഞു, കണ്ടോ, നിങ്ങൾ ഈ ജീവനുണ്ട് എന്ന് ജീവനെ കാണാതെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ലാതെ വിശ്വസിച്ചിരിക്കുകയാണ്. വീണ്ടും മൗലാന ചോദിച്ചു, ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ജീവനുണ്ടോ? മൗലാന പറഞ്ഞു, തീർച്ചയായും ജീവനുണ്ട്. ജീവനില്ലാതെ എങ്ങനെ അവർ യാത്ര ചെയ്യുന്നു? ആ ജീവനങ്ങൾ കണ്ടിട്ട് എന്നെ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. അത് മറ്റൊരാൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇവർക്ക് ജീവനുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല, മറ്റൊരാൾക്ക് അത് കാണിക്കാനും പറ്റും. അപ്പോൾ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ജീവനുണ്ട് എന്ന് കാണാതെ നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കും. വീണ്ടും മൗലാന ചോദിച്ചു, ഡോക്ടർ സാഹിബ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ഡോക്ടർ ഒന്ന് ഞെട്ടി, എനിക്ക് ബുദ്ധിയുണ്ട്, ബുദ്ധിയില്ലാതെ എങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്? മൗലാനയുടെ അടുത്ത ചോദ്യം, നിങ്ങൾ ആ ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ബുദ്ധിയെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനും സാധ്യമല്ല. എങ്കിലും നിങ്ങളിൽ ബുദ്ധിയുണ്ട് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിയുണ്ടോ? തീർച്ചയായും ബുദ്ധിയുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? മറ്റൊരാൾ കാണിക്കാൻ പറ്റുമോ? അത് കണ്ടിട്ടില്ല, മറ്റൊരാൾ കാണിക്കാൻ പറ്റും. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിയുണ്ട് എന്ന് കാണാതെ നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഡോക്ടർ സാഹിബ് നിങ്ങൾ കാണാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യമുണ്ട് എന്ന് അംഗീകരിക്കുന്നു എങ്കിൽ, ബൃഹത്തായ ഭൂമി, താരനിബിഡമായ നീലാകാശം, തിരതല്ലുന്ന സമുദ്രം, ഇതൊക്കെ ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നതിലേക്കുള്ള വ്യക്തമായ തെളിവല്ലേ? ആ യുക്തിവാദിയായ ഡോക്ടർ അപ്പോഴെ തന്നെ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ കാണാൻ സാധ്യമല്ല എന്നതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഭൗതിക ലോകത്ത് തന്നെ ധാരാളം കാര്യങ്ങളെ കാണാതെ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നാസ്തികർ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ സാനിയ, ഖാലിദ് എന്നൊക്കെ പറയുന്നു. അവൻ നിർമ്മാതാവാണ്, അവൻ സൃഷ്ടാവാണ്. അപ്പം പിന്നെ അള്ളാഹിനെ സൃഷ്ടിച്ചതാരാണ്? ഒരു ചോദ്യവും ആണോ അല്ലേ എന്ന് പറഞ്ഞു പറയും. ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉദാഹരണം ഞാൻ പറയാം, മുകുന്ദൻ മേനോൻ എന്ന് സങ്കല്പിച്ചു. മുകുന്ദൻ മേനോൻ പ്രസവിച്ചത് ആണാണോ പെണ്ണാണോ? ഈ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം മുകുന്ദൻ മേനോൻ പ്രസവിക്കത്തില്ല. ഇങ്ങനെ അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നത് തന്നെ പ്രസക്തമല്ലാത്ത ചോദ്യമാണ്. കാരണം അള്ളാഹിനെ സൃഷ്ടിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖാലിഖ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയേണ്ടുന്ന കാര്യമില്ല. ഖാലിഖിനെയും മഖ്ലൂക്കിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ടി വരും.
പിന്നെ അതിലെന്ത് ചെയ്യും? തസൽസുൽ വരും. അവനാരാ സൃഷ്ടിച്ച പിന്നെ എന്ത് ചെയ്തു? ലോകം തന്നെ ഉണ്ടാവത്തില്ല. ഒരാളൊരു ഓട്ട മത്സരം തീരുമാനിച്ചു. ആ ഓട്ട മത്സരത്തിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്ത ആൾ, അതിൻ്റെ ചെയർമാൻ, മത്സരത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞ്, നിങ്ങളുടെ ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഓടിയിരിക്കും. അയാൾ ഓടുന്നതിന് മുമ്പ് മറ്റൊരാൾ ഓടിയിരിക്കണം. ആരോടിയാലും ശരി അയാൾക്ക് മുമ്പ് ഒരാൾ ഓടിയിരിക്കണം. എങ്കിലേ ഇവിടെ ഓട്ട മത്സരം നടക്കും. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓട്ട മത്സരം നടക്കത്തില്ല. കാരണം ഇത് അയാൾക്ക് മുമ്പ് എന്ത് ചെയ്ത ഒരാൾ ഓടണമല്ലോ, പിന്നെ തുടങ്ങത്തില്ല ഓട്ട മത്സരം. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആകാശം ഉണ്ടാകത്തില്ല, ഭൂമി ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അതുകൊണ്ട് ഇല്ലത്ത് മഅലൂൽ, അല്ലാഹു ഖാലിഖ്, ബാക്കിയുള്ളതെല്ലാം മഖ്ലൂഖുകൾ, സൃഷ്ടികളാണ്. സിട്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിട്ടാവ് പിന്നെ എന്ത് ചെയ്തു? സൃഷ്ടികളുടെ ഗണത്തിൽ വരേണ്ടി. ഇവൻ മഖ്ലൂഖായി പിന്നെ ഖാലിഖായി. അല്ലാഹു വാജിബുൽ വജൂദായ ദാത്താണ്. സൃഷ്ടികളെല്ലാം പറയും മുംകിനുൽ വജൂദാണ്. മുംകിനിൻ്റെ പ്രത്യേകത അദമിനും വജൂദിനും സാധ്യതയുണ്ട്. അല്ലാഹുവിൽ ഇത് അദമിൽ നിന്ന് അവകളെ വജൂദിൽ കൊണ്ടുവന്നപ്പോൾ വജൂദായി. അത് ഫാലിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്രസക്തമാണ്. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വിഷയം ഹ്രസ്വമായി നമ്മൾ ചർച്ച ചെയ്ത് പോവുകയാണ്, കുറഞ്ഞ സമയമുണ്ട്. രണ്ടാമതായി യുക്തിവാദികൾ റിസാലത്തിനെയാണ് നിഷേധിക്കുന്നത്. പ്രവാചകന്മാരെയും പ്രവാചകത്വത്തെയും. പ്രവാചകന്മാർക്ക് പ്രവാചകത്വത്തിന് മാധ്യമാകുന്ന വഹി ഇലാഹി, ഇതിനെ നിഷേധിക്കുന്നു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്തുള്ള യുക്തിവാദികൾ കൂടുതൽ വിമർശനത്തിന് വേണ്ടി എടുക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ റിസാലത്തിനെയും നബിതങ്ങൾക്ക് വന്ന ദിവ്യ സന്ദേശത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബൃഹത്തായ സംവിധാനം അവസാനിക്കുമെന്ന് അവരുടെ ചിന്ത. അതിനുവേണ്ടി അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മുഹമ്മദ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദിവ്യ സന്ദേശത്തിലൂടെ പറഞ്ഞു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് യുക്തിവാദികൾ പറയുന്നത് മുഹമ്മദ് ഒരു നഊദുബില്ല മാനസിക രോഗിയായി. മാനസിക രോഗത്തിൻ്റെ വ്യത്യസ്ത ഐറ്റങ്ങളുണ്ട്. ഞാൻ ഈ യുക്തിവാദത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അന്ന് നബിതങ്ങളെക്കുറിച്ച് പിന്നെ ഇടമുറക്കും മറ്റുമൊക്കെ പറഞ്ഞത് ക്രിസോഫേനിയ എന്ന് പറയുന്ന മാനസിക രോഗമുണ്ട്. ഇപ്പോഴും വേറെ പഴയ മാനസിക രോഗത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസോഫേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി തൻ്റെ ലോകത്തിങ്ങനെ കഴിഞ്ഞുകൂടും, ആരുമായിട്ടും ബന്ധം ഉണ്ടാകത്തില്ല. രോഗി പരമാവധി തൻ്റെ രോഗം മറ്റുള്ളവരിൽ നുഹൂറാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിന്താ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. ഇങ്ങനത്തെ രോഗിക്കാണ് ക്രിസോഫേനിയ എന്ന് പറയുന്നത്. മാനസിക രോഗത്തിൽ കുറച്ച് കൂടിയ രോഗവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അങ്ങനെ ഒരു രോഗമുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും യുക്തിവാദികൾ പറയുന്ന നബിതങ്ങൾ ദിവ്യബോധനം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത് ഖുർആനാകട്ടെ ഹദീസാകട്ടെ, ഇതെല്ലാം മാനസിക സംക്രമത്തിൽ മാനസിക രോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നമ്മൾ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നബിയായി വരുമ്പോൾ നബിതങ്ങളുടെ കുടുംബക്കാരും നബിതങ്ങളുടെ നാട്ടുകാരും നബിതങ്ങളുടെ ദേശക്കാരും ഒക്കെ നബിതങ്ങളോട് ശത്രുതയുണ്ടായിരുന്നു. അവർ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നബിതങ്ങളെക്കുറിച്ച് ഗണിതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളെക്കുറിച്ച് കവി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി നീതിയുക്തമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവരെല്ലാവരും പരസ്യമായി അംഗീകരിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുഹമ്മദ് ഭ്രാന്തനല്ല, മുഹമ്മദ് കവിയല്ല, മുഹമ്മദ് മാരണക്കാരനല്ല, മുഹമ്മദ് ജ്യോത്സ്യനല്ല. ഇത് അല്ലാഹുവിൽ നിന്നുള്ള വചനമാണ്. രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് നദർ ബിൻ ഹാരിസ്. നദർ ബിൻ ഹാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് എത്ര വലിയ ബദ്ധവൈരി എന്നാൽ ദാറുൽ അർഖമിൽ നബിതങ്ങൾ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി ഖുർആൻ കേൾപ്പിക്കുമ്പോൾ അതിൽ നിന്ന് തടയാൻ വേണ്ടി അദ്ദേഹം റോമിലും പേർഷ്യയിലൊക്കെ പോയി കവിതകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു അടിമ സ്ത്രീയെ നിശ്ചയിച്ച് പാടി ദാറുൽ നദവയിൽ ഒരുമിച്ച് കൂട്ടിയാണ്. അത്രയും വലിയ ശത്രുവായി. ഇതേ ഹാരിസ് ബിൻ നുദൈർ ഒരിക്കൽ മക്കാം മുശ്രിക്കീങ്ങൾ ഒരുമിച്ച് കൂടി. എന്നിട്ട് പറയുകയുണ്ടായി, നമ്മുടെ മുഹമ്മദിനെ കുറിച്ച് പലതും പറയുന്നു. ഭ്രാന്തൻ എന്ന് പറയുന്നു, അദ്ദേഹം ഭ്രാന്തനല്ല. കവി എന്ന് പറയുന്നു, അദ്ദേഹം കവിയല്ല.
ജ്യോത്സ്യൻ എന്ന് പറയുന്നു, അദ്ദേഹം ജ്യോത്സ്യനല്ല. നിങ്ങൾ ഇനിയും അമാന്തിച്ച് നിൽക്കാതെ മുഹമ്മദിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു മനസ്സിലാക്കണം. ഇനി അള്ളാഹുവിനെ മുസ്ലിമായിട്ടില്ല. ഇനി മക്കാ മുശ്രിക്കീങ്ങളുടെ വലിയൊരു നേതാവായിരുന്നു വലീദ് ബിൻ മുഗീറ. ആ വലീദ് ബിൻ മുഗീറയുടെ അടുക്കൽ മക്കാ മുശ്രിക്കീങ്ങളും ഖുറൈശി പ്രമാണികളും ഒരുമിച്ച് പോയി. അവർ പറഞ്ഞത് ഹജ്ജിന്റെ സമയമായി, നമ്മുടെ ഈ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി അറേബ്യൻ ഗോത്രത്തിൽ നിന്ന് ധാരാളം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അധിവസിക്കുന്ന ജനങ്ങൾ വരും. അവരുടെ ഇടയിലൊക്കെ മുഹമ്മദ് ഇസ്ലാമും ഒക്കെ ചെറുതായിട്ട് ചർച്ചയായിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അവർ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കും, ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കും. മുഹമ്മദിൽ നിന്ന് വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവർ മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിക്കും. അതുകൊണ്ട് ജനങ്ങളെ മുഹമ്മദിന്റെ അടുക്കലുള്ള ഒഴുക്കിൽ നിന്ന് തടയണം. എന്താ ചെയ്യേണ്ടുന്നത്? ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സമ്മേളിച്ചത്. അപ്പോൾ ഒരു ചിലർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, വരുന്ന ആൾക്കാരുടെ അടുക്കൽ നമുക്ക് ദൂതന്മാരെ അയച്ചിട്ട് പറയാം, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം കാഹിനാണ്, അദ്ദേഹം ഗണിതക്കാരനാണ്, ജ്യോത്സ്യനാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകരുത്, നിങ്ങൾ കുടുങ്ങിപ്പോകും. വലീദ് ബിൻ മുഗീറയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, നിങ്ങൾ ജ്യോത്സ്യൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആൾ പോയി മുഹമ്മദിന്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഗണിതനല്ല. അപ്പോൾ അടുത്ത കുറെ ആൾക്കാർ പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കവിയാണ് എന്ന് പറയും. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായി മെനഞ്ഞുണ്ടാക്കുന്ന ആശയങ്ങളാണ് പദ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതേ കണക്കിട്ട് സാങ്കല്പികമായി മെനഞ്ഞെടുത്ത ആശയങ്ങൾ ഇങ്ങനെ പറയുകയാണ്, കൊടുക്കരുത്. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, അതും ശരിയാകത്തില്ല. കാരണം ജനങ്ങളിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ തന്നെ പ്രഖ്യാപിക്കുന്നതേയും കവിയല്ല എന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞത് തെറ്റാവും, അതങ്ങ് പ്രചരിക്കും. പിന്നെ എല്ലാവരും എന്ത് ചെയ്യും? മുഹമ്മദിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി തുടങ്ങും. ഒരു ചിലർ പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഭ്രാന്തനാണ് എന്ന് പറയാം. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഭ്രാന്തന്മാരുടെ പുലമ്പലുകളും ബന്ധമില്ലാത്ത സംസാരങ്ങളും നമുക്ക് പരിചയമുണ്ട്. ഈ ജനങ്ങൾ പോയി മുഹമ്മദിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഭ്രാന്തനല്ല, കൃത്യമായ ബുദ്ധിയുള്ളയാളാണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് മറ്റെന്തെങ്കിലും പറയാം. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, സാഹിർ, മാരണക്കാരൻ എന്ന് മുഹമ്മദിനെ കുറിച്ച് പറയാം. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, മാരണക്കാരുടെ മാരണത്തെക്കുറിച്ച് നമുക്കറിയാം, അതിൻ്റെ പ്രതിഫലനം അറിയാം. ജനങ്ങൾ എന്നിട്ട് മുഹമ്മദിൻ്റെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് മാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കും. അപ്പം ജനങ്ങൾ അധ്യക്ഷൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ തന്നെ ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്നെ പറ. വലീദ് ബിൻ മുഗീറ ഇങ്ങനെ ചിന്തിച്ച് അവസാനം പറഞ്ഞ്, നമുക്കൊരു കാര്യം, ഇതിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിർ, മാരണക്കാരനെന്ന് പറയും. കാരണം മാരണത്തിലൂടെ കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാവും, കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടാകും. അപ്പോൾ മുഹമ്മദിലൂടെ അത് സംഭവിക്കുന്നുണ്ട്. പിതാവ് മുസ്ലിം ആയിക്കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും? ശത്രുക്കളായി. മക്കൾ മുസ്ലിമീങ്ങളായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ശത്രുവായി. ഭർത്താവ് മുസ്ലിം ആയിക്കഴിഞ്ഞാൽ ഭാര്യ ശത്രുവായി. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്ത്? സാഹിർ എന്ന് പറയാമെന്ന് തീരുമാനിച്ചു. ഈ വിഷയത്തിൽ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ഈ വലീദ് ബിൻ മുഗീറ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മുഹമ്മദ് പറയുന്ന ഖുർആനെ കുറിച്ച്, ഇന്നഹു ലഹലാവത്തുൻ വഇന്ന അലൈഹി ലതലാവത്തുൻ വഇന്ന അസ്ലഹു ലമൂരിഖുൻ വഅലാഹു ലമുത്മിറുൻ വമാ ഹുവ ബിഖൗലി ബസർ. തീർച്ചയായും ആ ഖുർആനിൽ ഒരു മാധുര്യമുണ്ട്. വഇന്ന അലൈഹി ലതലാവത്തുൻ, തീർച്ചയായും ഖുർആനിൽ പ്രത്യേകമായ ഒരു അഴകുണ്ട്. വഇന്ന അസ്ലഹു ലമൂരിഖുൻ, തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിസ്താരമാണ്. വഅലാഹു ലമുത്മിറുൻ, അതിൻ്റെ ശാഖകൾ ഫലസമൃദ്ധമാണ്. വമാ ഹുവ ബിഖൗലി ബശർ, ഇത് മനുഷ്യന്റെ വാചകങ്ങളല്ല. അപ്പൊ അവര് തന്നെ അംഗീകരിക്കേണ്ടി വരും. അവസാനം സാഹിർ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ചൊല്ലി അല്ലാഹു ആയത്തിറക്കി. എന്തെന്ന് ആയത്തിറക്കിയത്? ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن نزيد كلا إنه كان لآياتنا عنيدا إنه فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا
يؤثر إن هذا إلا قول يؤثر. എന്ത് ചെയ്തു? വലീദ് ബിൻ മുഗീറ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ വചനമല്ല. ഇന്നഹു വമാ ഹുവ ബിഖൗലി ബശർ ഇൻ ഹുവ ഇല്ലാ സിഹ്റു യുഅ്സർ. മുൻഗാമികളിൽ നിന്ന് തുടർന്നു വരുന്ന ഒരു മാരണം മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖുറൈശികൾ വലിയ പ്രമാണികൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്തും മുഹമ്മദിനെ കുറിച്ച് വിമർശനത്തിനു വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഭ്രാന്തൻ എന്ന് പറയാമെന്ന് ആലോചിച്ചപ്പോൾ അവർ തന്നെ തീരുമാനമെടുത്ത കാര്യം മുഹമ്മദ് ഭ്രാന്തനല്ല, ഭ്രാന്തനെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശത്രുക്കൾ വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഭ്രാന്തനല്ല എന്ന് അവകാശപ്പെട്ടു എങ്കിൽ പിന്നീട് വന്ന ഇസ്ലാം വിരോധികളും മുഹമ്മദിനോടുള്ള ശത്രുതയുടെ പേരിൽ, ഇസ്ലാമിനോടുള്ള നീരസത്തിൻ്റെ പേരിൽ മുഹമ്മദിനെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ റിസാലത്ത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ്. ഇനി യുക്തിവാദികൾ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്ത് അള്ളാഹിൻ്റെ ഗ്രന്ഥം? എന്നാൽ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മാനുഷികമല്ല എന്ന കാര്യം വ്യക്തമാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ ബുദ്ധിപരമായി മാനുഷികമല്ല എന്ന് സ്ഥിരീകരിക്കും. മാനുഷികമല്ല എങ്കിൽ അമാനുഷിക, ഇതെവിടെ നിന്ന് വന്നു? അപ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ അസ്തിത്വം അംഗീകരിക്കേണ്ടി വരും. അതിനുള്ള 10ഓളം കാരണങ്ങൾ ഞാനൊന്ന് തയ്യാറാക്കിക്കൊണ്ട് വന്നായിരുന്നു. ഞാൻ ഹ്രസ്വമായി പെട്ടെന്ന് പറഞ്ഞു പോവാം. പറയട്ടെ മക്കളെ? ഓക്കെ. ഒന്ന്, അസാധാരണവും ആശ്ചര്യകരവും വിജ്ഞാനങ്ങളുടെ എല്ലാം സമാഹാരവുമായ ഈ ഗ്രന്ഥം ആർക്ക് എവിടെ ഏതവസരത്തിൽ അവതീർണമായി. അപ്പോൾ യുക്തിവാദികളുടെ നിങ്ങളുടെ സംവാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, അവർ മുക്കുമൂലയൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് തർക്കിക്കുന്നത്. അവരോട് അക്കാര്യം എന്ത് ചെയ്യണം? സമർത്ഥമായി സമർത്ഥിച്ചു കൊടുക്കുന്നത്. ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കിയിട്ടില്ല. ഒരു ജബ്ബാർ മാഷി എന്ന് പറയുന്ന ഒരാൾ യുക്തിവാദിയുണ്ട ഒരു നേതാവ് എന്ത് ചെയ്ത് മുനാദറ നടത്തും. അതേപോലെ ഖുർആനെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതേ വായിക്കുന്ന കേൾക്കുമ്പം തന്നെ അറിയാൻ പറ്റും ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ സവിസ്തരം മനസ്സിലാക്കുക എന്നത് എല്ലാത്തിനും പരിഹാരമാണ്. ഒരു യുക്തിവാദി അദ്ദേഹം ഖുർആൻ നല്ല നിലയിൽ പഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് യുക്തിവാദി ആദ്യം മുസ്ലിമായിരുന്നു. അബ്ദുൽ മാജിദ് ദറിയാബാദി എന്ന് പറയുന്ന ദറിയാബാദുകാരൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാകട്ടെ, ഇത് വിഷയം തീരുമെന്നോ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് അദ്ദേഹത്തിന് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ഭയങ്കര അവഗാഹമായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഖുവത്തുൽ അഖ്ലിയ, ബുദ്ധി കൂടപ്പം അള്ളാഹനെ നിഷേധിച്ച് കളയുന്നു. അപ്പോൾ അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് പോയി. അന്ന് ജീവിച്ചിരുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ അക്ബർ ഇലാഹാബാദി, അദ്ദേഹം നോക്കുമ്പോൾ അബ്ദുൽ മാജിദ് ദറിയാബാദി യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് പോയിരിക്കുക. അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ അവഗാഹം കൊണ്ട് ധാരാളം പേര് യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അക്ബർ ഇലാഹാബാദി എന്ന് പറയുന്ന പണ്ഡിതൻ നേരെ അബ്ദുൽ മാജിദ് ദറിയാബാദി എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ അവഗാഹമുണ്ട്. അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ധാരാളം ഗ്രന്ഥങ്ങളും കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറബി ഭാഷയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച് ലോകത്തിന് സംഭാവനകളും സമ്മാനങ്ങളും സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ അബ്ദുൽ മാജിദ് ദറിയാബാദി ചോദിച്ചു, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല ഗ്രന്ഥം ഏതാണ്? അപ്പം പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല ഗ്രന്ഥം ഖുർആനാണ്. അല്ല, അറബി ഭാഷ. അറബി ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രം അബ്ദുൽ മാജിദ് ദറിയാബാദി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് യുക്തിവാദം മാറി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിരീശ്വരവാദത്വം മാറി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നാസ്തികത മാറി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വതന്ത്ര ചിന്ത മാറി. അദ്ദേഹം കലിമ പറഞ്ഞ് മുസ്ലിമായി എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും വിശദമായി എഴുതിക്കൊണ്ടൊരു തഫ്സീർ തന്നെ അദ്ദേഹം എഴുതി. തഫ്സീറെ മാജിദി എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിലും ഉറുദു ഭാഷയിലും പ്രചാരം നേടിയിരിക്കുന്ന തഫ്സീർ
മുസ്ലിമായിരുന്നു, യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് പോയി ഖുർആൻ നന്നായി പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അയാൾ എഴുതിയ ഗ്രന്ഥവും. ഏത് തഫ്സീർ എഴുതി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അബ്ദുൽ ബാരി ദരിയാബാദി എഴുതിയ തഫ്സീർ എത്ര കൃത്യമായിരുന്നു എന്നാൽ അതിനുശേഷം വന്ന മുഫസ്സിരീങ്ങളൊക്കെ അവരുടെ തഫ്സീറുകളിൽ തഫ്സീറെ മാജിദിയെ ഒരു അവലംബമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ശരിയായി പഠിച്ചു എങ്കിൽ, ശരിയായി മനസ്സിലാക്കി ഒരാൾക്കും യുക്തിവാദത്തിലേക്ക് പോകാൻ സാധ്യമല്ല. മുറിയും കണ്ടന്റുകളൊക്കെ പഠിച്ചിട്ട് അല്പജ്ഞാനി, ഞാൻ വലിയ അറിവുള്ള ആളാണ് എന്ന് നാട്യം കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരാൾ 2 2 എത്രയെന്ന് ചോദിച്ചു, 4 എന്ന് പറഞ്ഞു. വേറെ ചോദിച്ചു 2 2 4 എത്രയെന്ന് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. അല്ലല്ല 2 2 4 ഞാൻ അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്ക് എന്തൊക്കെ വാദിച്ചു കഴിഞ്ഞാലും യാതൊരു രക്ഷയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം 2 2 4 എന്ന്, പക്ഷേ അദ്ദേഹം 3 എന്നേ അംഗീകരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തിന് ഖുർആനല്ല ഹദീസല്ല എന്തൊക്കെ ഓതിക്കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് ഖുർആൻ അസാധാരണവും ആശ്ചര്യകരവും വിജ്ഞാനങ്ങളുടെ എല്ലാം സമാഹാരവുമായ ഈ ഗ്രന്ഥം ആർക്ക് എവിടെ ഏത് അവസരത്തിലെത്തും? ആർക്ക് അവതരിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ്? ഹിജാസ്. അന്ന് അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കലാലയങ്ങളോ ഒന്നുമില്ല. എപ്പോഴാണ് അവതരിച്ചത്? എന്തെങ്കിലും സംസ്കാരമുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തിലാണോ? അല്ല. സംസ്കാര ശൂന്യരായിരുന്ന ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന കാലത്ത് വിശുദ്ധ ഖുർആൻ അവതീർണമായി. ഇത്രയും വലിയ വൈജ്ഞാനിക തരംഗങ്ങളും സാഗരങ്ങളും അടക്കം ചെയ്തിരിക്കുന്ന ഒരു ഗ്രന്ഥം ഈ കാലഘട്ടത്തിൽ ഈ വ്യക്തിക്ക് അവതീർണമായി എങ്കിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഉമ്മി എന്നാണ് അറിയപ്പെടുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയിട്ട് PhD എടുത്തിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയിട്ടില്ല. കാരണം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അപ്പോൾ നിരക്ഷരനായി വ്യക്തിക്ക് 6-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ രാജ്യത്ത് താമസിക്കുമ്പോൾ വിജ്ഞാനങ്ങളുടെ സമ്പൂർണവും സമഗ്രവുമായ ഒരു ഗ്രന്ഥം അവതീർണമായെങ്കിൽ ഇത് മാനസികമല്ല, നേരെ ചാടവാദമാണ്, അള്ളാൻ്റെ വാദം. 2, വിശുദ്ധ ഖുർആനിൻ്റെ സംബോധന ലോകം മുഴുവനുള്ള മനുഷ്യരിലേക്കാണെങ്കിൽ അതിൻ്റെ പ്രഥമ സംബോധകരാരാണ്? അറബികളാണ്. അറബികൾക്ക് മറ്റൊന്നിലും കഴിവില്ലേലും സാഹിത്യത്തിൽ വലിയ നൈപുണ്യം നേടിയവരായി. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടുകൂടി നിമിഷ നേരം കൊണ്ട് അവർ കവിതകൾ ആലപിക്കും. ആ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സജവും പ്രാസവും നല്ല സാഹിത്യമൊക്കെ അടങ്ങിയതായി. ഖുർആൻ സാഹിത്യങ്ങളുടെ സമ്പൂർണ്ണമാണ്. ഇസ്ലാമിനോടും ഖുർആനോടും ശത്രുതയുള്ള അറബി സാഹിത്യത്തിൽ നൈപുണ്യമുള്ള ഇവരോടാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ തൂബി സൂറ, നിങ്ങളൊരു സൂറത്ത് കൊണ്ടുപോകുക, ഒരായത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അഥവാ മാനസികമായിരുന്നു എങ്കിൽ അവരുടെ സാഹിത്യ സമ്പുഷ്ടത ഉപയോഗിച്ചുകൊണ്ട് ഖുർആന് തത്തുല്യമായൊരു ഗ്രന്ഥം എഴുതണമായിരുന്നു. 3, വിശുദ്ധ ഖുർആനിൽ ധാരാളം ഭാവി കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി പുലർന്നു എന്നതും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ്. അതായത് അസാധ്യമായ കാര്യം. ഒരു സംഭവം ഞാൻ പറയാം. ക്രിസ്താബ്ദം 615 പേർഷ്യൻ ചക്രവർത്തിയായ പർവേസ് റോമക്കാരെ നിർണായകമായി തോൽപ്പിച്ചു. അവരുടെ അധീനതയിലുണ്ടായിരുന്ന ജോർദാൻ, സിറിയ, ഫലസ്തീൻ എന്നീ പ്രദേശങ്ങൾ ജയിച്ചടക്കിയ സംഭവത്തിലാണ് സൂറത്ത് റൂമിലെ ആയത്തുകൾ അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലാഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുശ്രിക്കീങ്ങൾ വന്ന് ആക്ഷേപിച്ചു. മുഹമ്മദേ, പേർഷ്യക്കാരും മജൂസികളാണ്, അവരെ അഹ്ലു കിതാബികളായ റോമൻ സാമ്രാജ്യത്തെ കീഴടക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്, നിങ്ങൾ അഹ്ലു കിതാബികളിൻ്റെ ആൾക്കാരാണ്, നിങ്ങളെ ഞങ്ങളും പരാജയപ്പെടും. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റൂം അവതരിപ്പിക്കുന്നത്. ഗുലിബത്തി റൂം, ഇവർ പറഞ്ഞതുപോലെ
റോമിനെ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഫീ അദിനൽ അർളി, അടുത്ത നാട്ടിൽ വെച്ച്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, പരാജയത്തിന് ശേഷം അവർ പേർഷ്യയെ കീഴടക്കും. ഫീ ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ് നേരത്തെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ശേഷമുള്ള കാര്യങ്ങളും സംഭവിക്കുന്നത്. വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ, റോമ പേർഷ്യയെ കീഴടക്കുന്ന സന്തോഷത്തിൻ്റെ വേളയിൽ മുസ്ലിമീങ്ങൾ അങ്ങേയറ്റം സന്തോഷഭരിതന്മാരായിരിക്കും. അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു റോമ പേർഷ്യയെ കീഴടക്കുക ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം അമ്മാതെ റോമിനെ ഇല്ലാതാക്കിയിരിക്കുക. ഇപ്പം ഗസ ഇനിയും വീണ്ടും പുനർജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതുപോലെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ്റെ ആയത്താണ് തീർച്ചയായിട്ടും റോം പേർഷ്യയെ കീഴടക്കും. അങ്ങനെ പന്തയായി 10 ഒട്ടകം 3 വർഷത്തിൻ്റെ ഉള്ളിൽ റോം പേർഷ്യയെ പരാജയപ്പെടുത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ എടുത്ത് പോയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഉമയ്യത്ത് ബിൻ ഖലഫുമായിട്ട് പന്തയം കെട്ടിയിരിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു 3 വർഷം എന്നല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഫീ ബിദ്ഇ സിനീൻ എന്നാണ്. ബിദ്ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷത്തിൻ്റെ ഉള്ളിലെന്നാണ്. അതുകൊണ്ട് പന്തയം പുതുക്കാൻ പറഞ്ഞു. കുറച്ച് പന്തയത്തിൻ്റെ ഐറ്റം കൂടെ പുതുക്കി കഴിഞ്ഞാൽ അദ്ദേഹം അംഗീകരിക്കും. അങ്ങനെ അബൂബക്കർ നേരെ ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നമുക്ക് പന്തയം ഒന്ന് മാറ്റണം, 10 വർഷമാക്കണം. 100 ഒട്ടക പന്തയം. അങ്ങനെ തീരുമാനമായി. ഏകദേശം 7-8 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്രിസ്താബ്ദം 623 അർമീനിയ പിടിച്ചടക്കിയ റോമാ ചക്രവർത്തി ക്രിസ്താബ്ദം 624 അസർബൈജാനിൽ പ്രവേശിച്ച് പേർഷ്യൻ മതസ്ഥാപകനായ നേതാവിൻ്റെ ജന്മസ്ഥലമായ അർമീനിയ നശിപ്പിക്കുകയും പേർഷ്യക്കാരുടെ ഏറ്റവും വലിയ ദേവാലയം തകർക്കുകയും ചെയ്തു. ഈ ദിവസമാണ് മുസ്ലിമീങ്ങൾ ബദറിൽ മുശ്രിക്കീങ്ങളെ പരാജയപ്പെടുത്തുന്നത്. എത്ര കൃത്യമാണ്. ഒന്ന് റോം പേർഷ്യയെ പരാജയപ്പെടുത്തുന്നു. വയൗമഇദി യഫ്റഹുൽ മുഅ്മിൻ, അന്നേ ദിവസം മുഅ്മിനീങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. എന്നാൽ മുഅ്മിനീങ്ങൾ ബദറിൽ മുശ്രിക്കീങ്ങളെ പരാജയപ്പെടുത്തും. ഇങ്ങനെ ഖുർആനിൽ ഭാവി കാര്യങ്ങൾ പറയുകയും അത് കൃത്യമായി പുലരുകയും ചെയ്തു എങ്കിൽ മാനസികമാണ് എങ്കിൽ സാധ്യമല്ല, ഇത് അമാനുഷിക ഗ്രന്ഥമാണ്. ഇനി ഖുർആനുമായി ബന്ധപ്പെട്ട് യുക്തിവാദികൾ ഉന്നയിക്കുന്ന കുറേ ചോദ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. സമയം 6:25. എന്ത് ചെയ്യാം, ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഭൂമിയെക്കുറിച്ച് ഖുർആനിൽ പരന്ന ഭൂമി എന്ന് പറഞ്ഞു എന്ന് സാധാരണയായി യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഒരാക്ഷേപമാണ്. ഇപ്പോഴടുത്ത കാലത്ത് ജബ്ബാറുമായി നടത്ത സംവാദവും ഒരു യുക്തിവാദിനിയായ സ്ത്രീയാണ് എടുത്ത് വിമർശനമായി ഉന്നയിച്ച കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ ഭൂമിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വല്ലർള മദദ്നാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ശൈഇൻ മൗസൂൻ, ഭൂമിയെ നാം വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും അളവ് നിർണയിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും അതിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. വല്ലർള വമാ തഹാഹ, ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയ രീതിയെയും. വല്ലർള ബഅദ ദാലിക ദഹാഹ, ഭൂമി അതിന് ശേഷം നാം വികസിപ്പിച്ചിരിക്കുന്നു. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത, ഭൂമിയെ അല്ലാഹു നിങ്ങൾക്ക് വിരിപ്പാക്കിയിരിക്കുന്നു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ആയത്തുകളിൽ നിന്ന് ഭൂമി പരത്തി, നീട്ടി, നിരപ്പാക്കി തുടങ്ങിയ പദപ്രയോഗങ്ങളാണുള്ളത്. ചിലർ പറയുന്നു ഭൂമി ഇങ്ങനെ ഇടയ്ക്ക് വിരിപ്പെന്ന് പറഞ്ഞു,
ഇടയ്ക്ക് പരത്തി എന്ന് പറഞ്ഞു, ഇടയ്ക്ക് നീട്ടി എന്ന് പറഞ്ഞു. ഇത് എന്താ സംഗതി എന്നാണ് യുക്തിവാദികൾ ഒരു വിമർശന ബുദ്ധിയോടുകൂടി ഉന്നയിക്കുന്ന ചോദ്യം. അതിനുള്ള മറുപടി, ആകൃതി ശാസ്ത്രീയമായി ഒരിക്കലല്ല അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചെയ്തത്. നേരെ മറിച്ച് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന വിധം ഭൂമിയെ ചിത്രീകരിക്കുകയാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്. ഒരു ചിലർക്കത് വിരിപ്പ് പോലെ അനുഭവപ്പെടും, ഒരു ചിലർക്കത് പരന്നതുപോലെ അനുഭവപ്പെടും. താമസിക്കുന്ന ഒരാൾക്ക് അതൊരു ഗോളാകൃതിയിലുള്ള വസ്തുവാണെന്ന് അനുഭവപ്പെടാറില്ല. ഉണ്ടോ? ഒരു പന്തിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നയിക്കാൻ പറ്റുമോ? എന്നാൽ ഖുർആനിൽ തന്നെ ഭൂമി ഉരുണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ കാണാൻ കഴിയും. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. ഇതിൽ അല്ലാഹു പറയുന്നത് അവൻ രാത്രിയെ പകലിന്മേലും പകലിനെ രാത്രിയിന്മേലും ചുറ്റിക്കുന്നു എന്ന് പറഞ്ഞു. യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ, യുകവ്വിറുൽ ലൈല അലൻ നഹാർ വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ എന്ന് പറഞ്ഞു അല്ലേ. യുകവ്വിർ എന്നത് ഉരുണ്ട ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവിൻ്റെ മേൽ വല്ലതിനെയും ചുറ്റിക്കുന്നതിനാണ് പറയുന്നത്. പന്തിന് നമ്മൾ അറബിയിൽ പറയുന്ന ഒരു പദമാണ് ഖുർറത്ത് അല്ലേ, ഗോളാകൃതിയിലുള്ള ഒരു സാധനം. അപ്പോൾ ഭൂമിയിന്മേൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് പ്രതിഭാസങ്ങളത്രേ രാത്രിയും പകലും. ഒരു പ്രതിഭാസത്തെ മറ്റൊരു പ്രതിഭാസത്തിന്മേൽ ചുറ്റുന്നു എന്ന് പറഞ്ഞതിൽ രാവും പകലും വിവിധ പ്രദേശങ്ങളിലായി ഏതവസരത്തിലും ഭൂമുഖത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവയിലൊന്ന് മറ്റൊന്നിന്മേൽ തക്വീർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവ രണ്ടും പ്രത്യക്ഷപ്പെടുന്ന വസ്തു ഗോളാകൃതിയിലായിരിക്കും, ഭൂമി ഗോളാകൃതിയിലായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലുള്ളവർക്കും മധ്യ നൂറ്റാണ്ടിലുള്ളവർക്കും ആധുനിക നൂറ്റാണ്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ശൈലിയാണ്. ഇപ്പോൾ ആധുനിക ശാസ്ത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത് പറഞ്ഞിരുന്നെങ്കിൽ അറബികൾക്കത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ മോട്ടോർ വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. അപ്പോൾ ഖുർആൻ പണ്ട് കാലത്ത് 6-ാം നൂറ്റാണ്ടിലാണ് അവതീർണമായത്. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒട്ടകങ്ങളും കുതിരകളും കോവർ കഴുതകളുമാണ്. അതുകൊണ്ട് ആധുനിക യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും യുഗമാണ്. ആകാശത്തിലൂടെ പറന്ന് സഞ്ചരിക്കുന്ന വിമാനങ്ങളുള്ള കാലമാണ്. അതുകൊണ്ട് ഖുർആനിൽ എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ പറയുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, അത് വൽഖൈല വൽബിഗാല വൽഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഇത് അക്കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റും, ഇക്കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റും. ഇതാണ് ഖുർആന്റെ ശൈലി. എന്താ പറഞ്ഞത്? വൽഖൈല വൽബിഗാല വൽഹമീർ, കുതിരയെയും കോവർ കഴുതയെയും ലിതർകബൂഹാ വസീന, അവകൾ നിങ്ങൾക്ക് യാത്രയ്ക്ക് പര്യാപ്തമാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ധാരാളം യാത്രാ വാഹനങ്ങളെയും അല്ലാഹു സൃഷ്ടിക്കും. അവർക്കും ഉൾക്കൊള്ളാൻ പറ്റും, നമുക്കും ഉൾക്കൊള്ളാൻ പറ്റും. ഇതാ ഖുർആനിൻ്റെ ശൈലി. 6-ാം നൂറ്റാണ്ടിലുള്ളവർക്കും ഈ നൂറ്റാണ്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളെടുത്ത് വിമർശിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ്റെ ശീർഷകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ, അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പശുവിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാകത്തില്ല. ആണോ? അങ്ങനെ യുക്തിവാദികൾ ഉന്നയിക്കുന്നുണ്ട്. ആലു ഇമ്രാനിൻ്റെ കുടുംബം, അത് വായിച്ചു കഴിഞ്ഞാൽ ഇമ്രാൻ്റെ കുടുംബം തുടക്കം മുതൽ അവസാനം വരെ പറയുന്നു.
നിസ സ്ത്രീകൾ എങ്ങനെയാണ്, അവരുടെ അവയവങ്ങൾ എങ്ങനെയാണ്, ഇതൊന്നുമല്ല വർണ്ണിക്കുന്നത്. മായിദ ഭക്ഷണത്തലിക എങ്ങനെയാണ് ഭക്ഷണത്തലിക, അതിൽ മട്ടനാണ് ചിക്കനാണ്, ഇതല്ല വിശദീകരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താ ബന്ധമില്ലാത്ത കാര്യങ്ങളെന്ന് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? കേവലം ഖുർആൻ ഒരു പാഠപുസ്തകമായി കാണുന്നവരെ ഇങ്ങനെ ചോദിക്കുന്നത്. സ്കൂളുകൾ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകത്തിൽ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും. ആ ഹെഡിങ്ങിൽ അതിൻ്റെ കീഴിൽ അതേ വിശദീകരിക്കാൻ പറ്റൂ അല്ലേ? അല്ലാതെ ഖുർആനിൽ നംൽ ഉറുമ്പിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയോ നഹൽ തേനീച്ചയെക്കുറിച്ച് പഠിക്കാനോ ഒന്നുമല്ല ഖുർആൻ അവതീർണമായിരിക്കുന്നത്. ധാർമ്മികമായി മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരിക, മൂല്യങ്ങളുള്ളവനാക്കുക. അവൻ വ്യക്തി, വീട്, കുടുംബം, സമൂഹം, സാമ്പത്തികം എല്ലാ വിഷയങ്ങളിലും കൃത്യതയുള്ളവനായി ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയായി മനുഷ്യരെ ഉയർത്താൻ ഖുർആൻ ആഗ്രഹിക്കുന്നു. ഒരാൾ ചെമ്മീനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തകഴി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ എഴുതിയ ചെമ്മീൻ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു. ചെമ്മീനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പാത്തുമ്മാട് ആട് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ബഷീർ. അപ്പോൾ അതിനകത്ത് ആട് ആണാണ് പെണ്ണാണ്, ആടിൻ്റെ എന്തെല്ലാം കണ്ട് അതാണ് വിശദീകരിക്കുന്നത്. ആണോ? അല്ല. ഇതുപോലെ തന്നെ EM കോവൂരിൻ്റെ കാട് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ കാടിനെ കുറിച്ച് പോലും മനസ്സിലാകുമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ കണക്ക് ഖുർആൻ ആക്ഷേപിക്കുന്നവർ ഇബ്രാഹിം, ഹൂദ്, യൂസുഫ്, മുഹമ്മദ് ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ശീർഷങ്ങൾ കേട്ടുകൊണ്ട് അവരെക്കുറിച്ച് പഠിക്കാനല്ല, നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാൽ എന്തെങ്കിലും ശാസ്ത്രവശങ്ങൾ ധാരാളമുണ്ട്. ചിലർ ചോദിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഖുർആനിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് കണ്ടെത്തൽ നമ്മളെ ജോലിയല്ല. ധാരാളം കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട 1-2 കാര്യങ്ങൾ, ബിഗ് ബാങ് തിയറി എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. പറഞ്ഞു ഖുർആൻ മാറത്തില്ല, തിയറികളൊക്കെ മാറും, ഖുർആൻ മാറത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പഴയ വിഷയങ്ങൾ ഞാൻ എഴുതി, നിങ്ങൾക്ക് എളുപ്പമുള്ള ഏത് പറയാമെന്നാണ് ഞാൻ നോക്കുന്നത്. കാറ്റിനെക്കുറിച്ച് അല്ലേ? ഫലങ്ങളിലും വൃക്ഷങ്ങളിലും പരാഗണം നടത്തുമെന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, പരാഗണം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു ഒരു ഓറിയൻ്റലിസ്റ്റ് ശാസ്ത്രജ്ഞൻ എഴുതുകയുണ്ടായി. അത് എഴുതി എങ്ങനെയാണ്? 13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അന്ന് എഴുതിയതാണ്. ഒട്ടകക്കാരായി, അതായത് അറബികൾ മനസ്സിലാക്കിയിരുന്നു എന്ന് ഒരു ഓറിയൻ്റലിസ്റ്റ് പറയുകയാണ് പരാഗണത്തിനെക്കുറിച്ച്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഖുർആനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു ആയത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തെന്ന ആയത്ത്? പരാഗണം നടത്തുവാനായി കാറ്റുകളെ നാം അയച്ചു. ഇങ്ങനെ ധാരാളം ശാസ്ത്രീയ വശങ്ങൾ അത് ശരിയായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖുർആൻ ശാസ്ത്രീയ വശങ്ങൾ ശരിയായി തെളിയിക്കപ്പെട്ടതിനൊന്നും എതിരല്ല. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ നേരത്തെ തന്നെ ഖുർആൻ പറയാത്തത് എന്താണ്? നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെ ശാസ്ത്രം ഇന്നാ എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടെത്തിയിരിക്കുന്നത്. അള്ളാഹു അല്ലേ ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിർമ്മിച്ച നിർമ്മാണങ്ങളെക്കുറിച്ച് ചിന്ത ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ഖുർആനിൽ അള്ളാഹു ചിന്തിക്കാൻ പറയുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. ഖുർആൻ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് മുറാഖബ ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. ആകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, ഭൂമിയെക്കുറിച്ച് പറഞ്ഞിട്ട്, സൂര്യനെക്കുറിച്ച് പറഞ്ഞിട്ട്, ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞിട്ട്, നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി മനുഷ്യരോട് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് ചിലത് ശരിയാകും, ചിലത് തെറ്റാകും. ശരിയാണ് എങ്കിൽ ഖുർആനിനോട് കൃത്യമായി യോജിക്കുന്നതായിരിക്കും. ഇനി ചിലർ ഇസ്ലാമിൻ്റെ വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫെമിനിസ്റ്റുകളും മറ്റും പറയുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം 2ാം സ്ഥാനം നൽകുന്നു. അതിൽ ഫർദയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലും വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് അധികാരം പാടില്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഫർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ
അള്ളാഹുവാണ് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ശരീരഘടനയും ശരീരശാസ്ത്രവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും അള്ളാഹു അവരുടെ ശരീരം മറയ്ക്കാൻ ഉള്ള ഉപയുക്തമായ വസ്ത്രമാണ് ഇറക്കിയിരിക്കുന്നത്. ഫർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കലല്ല, സ്ത്രീക്ക് അത്യുന്നതമായ സ്ഥാനം നൽകലാണ്. ഞാനൊരു സംഭവം പറയാം, അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടും. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വലിയൊരു മഹാനാണ് മൗലാന സജ്ജാദ് ഖലീൽ അഹമ്മദ് സജ്ജാദ് നൊമാനി ദാമത്ത് ബറക്കാത്ത്. മൗലാന മൻസൂർ നൊമാനി റഹിമഹുല്ലാൻ്റെ മകനാണ്. അദ്ദേഹം ഒരിക്കലും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വിമാനത്തിൻ്റെ എയർ ഹോസ്റ്റസ് അമേരിക്കക്കാരിയായ സ്ത്രീയായിരുന്നു. അവർ വന്ന് ഈ മഹാനവറുകൾക്കിടെ ഇരുന്നിട്ട് ഇസ്ലാമിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ മഹാനവറുകൾക്ക് മനസ്സിലായി ഇവർ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചെയ്യാൻ, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, പർദ്ദയുടെ ഉള്ളിൽ ഇങ്ങനെ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. മൗലാന സജ്ജാദ് നൊമാനി ദാമത്ത് ബറകാത്ത് ബുദ്ധിപരമായി അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. വലിയൊരു സംഭവമാണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ അമേരിക്കയിൽ ഒരു മോഷണം നടന്നു. മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരാൾ അയാളുടെ കയ്യിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു. വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്ത് ഒരു സിഗ്നലിൻ്റെ അവിടെ അയാൾ തന്നെ പാതിരാത്രി സമയത്ത് കാറ് കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഡോറൊന്നും ലോക്ക് ചെയ്തില്ല. അദ്ദേഹം വേറൊരു വീട്ടിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കി. അദ്ദേഹം ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്ത് ചെയ്ത്, 2-3 ആൾക്കാർ ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നു. ഒരു കാറ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. ഡോറ് തുറന്നു നോക്കിയപ്പോൾ ലോക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ഒരു പെട്ടി ഇരിക്കുകയാണ്. ആ പെട്ടി ലോക്ക് ചെയ്തിട്ടില്ല. തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ്. അവരെന്ത് ചെയ്ത്, അതെടുത്തുകൊണ്ട് അവരുടെ വാഹനത്തിൽ കയറ്റി വെച്ച് അവർ യാത്ര ചെയ്തു. ഇയാളിതെല്ലാം മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ക്യാമറയിൽ. അദ്ദേഹം എല്ലാം പിടിച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പിറ്റേന്ന് മോഷണത്തിൻ്റെ കേസ് ഇദ്ദേഹം ഫയൽ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്ത്, പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായി. ഒരു റോഡിൻ്റെ അരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്ന് ഇത്രയും ഡോളർ വിലമതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ മോഷ്ടാക്കളെ പിടിക്കപ്പെട്ടതും എന്ത് ചെയ്ത് വാർത്തയിൽ വന്നു. കാരണം ഇയാൾ തന്നെ എന്ത് ചെയ്ത്, എല്ലാ ഫോട്ടോയിൽ പകർത്തി വാഹനത്തിൻ്റെ നമ്പറെല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്ത് അവരെ പിടിച്ചുകൊണ്ടുവന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് എല്ലാം കണ്ടുകിട്ടി. കോടതിയിൽ എന്ത് ചെയ്ത്, ഇവരുടെ വിധിക്ക് വേണ്ടിയുള്ള തീരുമാനത്തിൻ്റെ ദിവസത്തിൽ ജഡ്ജി എന്ത് ചെയ്തു, ഈ കള്ളന്മാരോട് ചോദിച്ചു എന്താ കാരണം. അവർ പറഞ്ഞു, ഞങ്ങൾ കള്ളന്മാരായിരുന്നില്ല. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് മോഷ്ടിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വാഹനം അഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നു, അതിലാരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ വാഹനം തുറന്നു കിടക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ ഒരു പെട്ടിയും തുറന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, അത് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്. ആരാണെങ്കിലും ഒരു സ്ഥലത്ത് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വെറുതെ കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുക, അല്ലാതെ ഞങ്ങൾ കൊള്ളക്കാരല്ല, കൊള്ള സംഘത്തിൽപ്പെട്ടവരുമല്ല. അപ്പോൾ അമേരിക്കൻ കോടതിയിൽ ആ ജഡ്ജി വിധിച്ചു, ഈ മോഷ്ടിച്ച ആൾക്കാരല്ല കുറ്റക്കാരൻ, നേരെ മറിച്ച് മോഷ്ടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ഈ സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ ഉടമസ്ഥനാണ് ക്രിമിനൽ കുറ്റവാളി. നിങ്ങളത് വായിച്ചതാണ്. അപ്പോൾ അവരെന്ത് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് മൗലാന സജ്ജാദ് നൊമാനി ദാമത്ത് ബറക്കാത്ത് പറഞ്ഞു, ഇതുപോലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റുകളേക്കാൾ മൂല്യമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് എവിടെയെങ്കിലും അല്ല സൂക്ഷിക്കുന്നത്, ഉള്ളറകളിലാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ സ്ത്രീയെ, അവരുടെ അവയവങ്ങളെ അമൂല്യമാക്കിയത് കൊണ്ട് അതിനെ നല്ല നിലയിൽ മറയ്ക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ ഫർദ സമ്പ്രദായം. അവർ മടങ്ങിപ്പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, ഞാൻ ഇന്ന സ്ത്രീയാണ്, അമേരിക്കൻ എയർ ഹോസ്റ്റസാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് സംസാരിച്ചിരുന്നു, ഇസ്ലാമിനെക്കുറിച്ച് വീണ്ടും ഞാൻ പഠിച്ചു, നിങ്ങളെ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു, നിങ്ങൾ ധാരാളം കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി നൽകി. ഇന്ന് ഞാൻ ഷിക്കാഗോയിലെ ഇസ്ലാമിക് സെൻറ്ററിലാണ് ഉള്ളത്, ഞാനിന്ന് മുസ്ലിമാണ്, എൻ്റെ പേര് ആയിഷ ബീവിയാണ്. ഇസ്ലാമിൻ്റെ ഫർദ നിയമം മനസ്സിലായോ? ബുദ്ധിപരമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇസ്ലാമും യുക്തിവാദവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പറയണമല്ലോ അല്ലേ? ഒരു സംഭവം പറയാം, ബുദ്ധിപരമായ ഒരു സംഭവം പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ സമയം എത്ര മണിക്കാണ് ബാങ്ക്?
50. ആ സംഭവം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഇസ്ലാമിനെ കുറിച്ചും പറയുന്നുണ്ട്. ലക്നോയിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ പേര് CDRI എന്നാണ്. സെൻറ്റർ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. ധാരാളം മുസ്ലിം സയൻറ്റിസ്റ്റുമാരും ഈ റിസർച്ച് സെൻറ്ററിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ധാരാളം മുസ്ലിമീങ്ങൾ മൗലാന ഖലീൽ അഹമ്മദ് സജ്ജാദ് നുഅ്മാനി ദാമത്ത് ബറകാത്തുഹുവിൻ്റെ ദർസുൽ ഖുർആനിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഈ CDR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. ആ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ധാരാളം സയൻറ്റിസ്റ്റുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നെത്തി. അതിൽപ്പെട്ട ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു ജോർജ് ഓർഡർ. അപ്പോൾ അദ്ദേഹം വരുന്ന ദിവസമായപ്പോൾ ഈ റിസർച്ച് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളായ എൻ്റെ ദർസുൽ ഖുർആനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അമേരിക്കൻ സയൻറ്റിസ്റ്റായ ഡോക്ടർ ജോർജ് ഓർഡർ നമ്മുടെ ഈ കോൺഫറൻസിൽ വരുന്നുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമല്ലോ. അങ്ങനെ അദ്ദേഹം ശാസ്ത്രജ്ഞനാണല്ലോ. അങ്ങനെ ഞാൻ ഇസ്ലാമിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് രാത്രിയെല്ലാം വായിച്ച് പഠിച്ച് അവിടെ ചെന്നു. അവിടെ എത്തിയപ്പോൾ ജോർജ് ഓർഡർ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനെ കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അദ്ദേഹം ഇന്ത്യയിലെ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുക, കഴുത്തിലൊരു മാല അണിയിച്ചിട്ടുണ്ട്. ആ മാലയുടെ ചുട്ടയിലാണ് എങ്കിൽ സായി ബാവയുടെ ഫോട്ടോയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം സായി ബാവയുടെ ആളാണ്. അദ്ദേഹം പറഞ്ഞ്, ഞാൻ ബാംഗ്ലൂരിൽ സായി ബാവയുടെ ആശ്രമത്തിൽ 4 മാസം കഴിഞ്ഞുകൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ധാരാളം ദർശനവും ഫിലോസഫിയും ഒക്കെ പഠിച്ചു. 4 മാസം പഠിച്ചതിൻ്റെ ഖുലാസയാണ് എൻ്റെ ജീവിതം. മൗലാന ഖലീൽ അഹമ്മദ് സജ്ജാദ് നുഅ്മാനി ദാമത്ത് ബറകാത്തുഹു 4 മാസം നിങ്ങൾ ആ ആശ്രമത്തിൽ നിന്ന് പഠിച്ചതിൻ്റെ ആകത്തുക ഒന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവിടെ പരിശീലിപ്പിക്കുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ ആഗ്രഹത്തിൽ എതിരാകുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ കഴിക്കാൻ പാടില്ല, ദാഹമെന്ന വെള്ളം കുടിക്കാൻ പാടില്ല. ഇങ്ങനെ പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് 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 ശരീരത്തിനെ അതിനെ വഴക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജോർജ് ഓർഡർ എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. മൗലാന ഖലീൽ അഹമ്മദ് സജ്ജാദ് നുഅ്മാനി ദാമത്ത് ബറകാത്ത് ഒരു കടലാസ് കഷ്ണം കൊടുത്തു, 2 കോളം വരച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞു. മനുഷ്യർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ, മനുഷ്യ സമൂഹം വെറുക്കുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം എഴുതി. വിനയം, നീതി, ഉപകാരം ചെയ്യൽ, ദാനധർമ്മം, അയൽവാസികളെ ആദരിക്കൽ, കുടുംബബന്ധം ചേർക്കൽ, സാമ്പത്തികമായി സഹായിക്കൽ, രോഗികളെ ചികിത്സിക്കൽ, ഇങ്ങനെയുള്ള വശങ്ങളൊക്കെ അദ്ദേഹം എഴുതി. മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന സ്ഥലത്ത് അദ്ദേഹം എഴുതി വ്യഭിചാരം, അക്രമം, പിടിച്ചുപറി, കൊള്ള, കവർച്ച, വഴികൊള്ള, മറ്റൊരാളെ ആക്രമിക്കൽ, കൊലപാതകം ചെയ്യൽ, ഇങ്ങനെ മനുഷ്യൻ വെറുക്കുന്ന കാര്യങ്ങൾ എഴുതി. എന്നിട്ട് ജോർജ് ഓർഡർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇസ്ലാം. നിങ്ങൾ ഈ എഴുതിയ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇസ്ലാം. ഇസ്ലാം നീതിയുടെ പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്, അയൽവാസിക്ക് ഉപകാരം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്, കുടുംബബന്ധം ചേർക്കാനാണ് പഠിപ്പിക്കുന്നത്, രോഗിയെ ശുശ്രൂഷിക്കാനാണ് പഠിപ്പിക്കുന്നത്, പാവങ്ങളെ സഹായിക്കാനാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ അപ്പുറത്ത് എഴുതിയ അക്രമവും കൊലപാതകവും അനീതിയും അരാജകത്വവും അനാശാസ്യ പ്രവണതകളും ഇസ്ലാം വിലക്കുകയും ചെയ്യും. ആ ജോർജ് ഓർഡർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മൗലാനയുടെ നമ്പർ വാങ്ങി വിളിച്ചുകൊണ്ടേയിരുന്നു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ മൗലാനയെ ഫോൺ ചെയ്യുകയാണ്, ഞാൻ അമേരിക്കയിലെ ഒരു ഇസ്ലാമിൻ്റെ കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് ഉള്ളത്, ഞാൻ മുസ്ലിം ആയിരിക്കുകയാണ്, എൻ്റെ പേര് സഈദ് അഹമ്മദ് എന്നായി. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും സാമർഥ്യവും ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.